ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഭക്തിക്ക് പകരമായിട്ട് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. അതാണ് പരിശുദ്ധ ഭക്തി. അന്യാഭിലാഷിത ശൂന്യം, വേറൊരു അഭിലാഷങ്ങളും ഇല്ല, ഭക്തി മാത്രം. അപ്പൊ അതെങ്ങനെയാ? ഇപ്പോ ഭഗവാന്റെ ഭക്തനാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കാൻ വേണ്ടി ഭക്തി പരിശീലിക്കുന്ന വ്യക്തികൾ, അതാണ് അഭിനയ ഭക്തി. മനസ്സിലായോ? അതായത് ഞാൻ വലിയ ഭക്തനാണെന്ന് ഭക്ത കൂട്ടായ്മയിൽ കാണിച്ചുകൊണ്ട് മറ്റു ഭക്തരുടെ അംഗീകാരം, ബഹുമാനം, ബഹുമതിക്ക് വേണ്ടി ഭക്തി പരിശീലിക്കണം. അത് ശരിയായിട്ടുള്ള ഭക്തിയാണോ? ഇവിടെ എല്ലാവരുടെ ഉള്ളിലും അത് അഭിനയ ഭക്തി, അതുണ്ടാകാൻ പാടില്ല. പിന്നെ വേറെ ഏതാണ് ഭക്തി അല്ലാത്ത ഭക്തി നിങ്ങൾ കണ്ടിട്ടുള്ളത്? പരിശീലിക്കുന്നത് നിങ്ങളുടെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ടോ? ഭക്തിക്ക് പകരമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇതൊന്ന് അംഗീകാരം, ബഹുമാനം, ബഹുമതി. അത് കൂടാതെ ഭൗതിക ലാഭങ്ങൾ, അല്ലേ? നമ്മൾ ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് സേവനം ചെയ്യുമ്പോൾ എൻ്റെ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടക്കണം, എനിക്കൊരു കാര്യത്തിൽ മുടക്കുണ്ടാവരുത്, വീട്ടിൽ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അത് ശരിയാണോ? അതും തെറ്റാണ്. അത് ഭഗവാനോട് കച്ചവടം ചെയ്യുന്നില്ല. ആദ്യത്തെ അഭിനയ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയമാണ്. ഭഗവാനോട് യഥാർത്ഥ സ്നേഹമില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹം. ആരോട്? ഭഗവാനോട്. നിങ്ങൾ ഭഗവാനാണെങ്കിൽ ഒരാൾ നിങ്ങളോട് സ്നേഹം അഭിനയിക്കുന്നു, പക്ഷെ നിങ്ങളോട് സ്നേഹമില്ല. അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ? നിങ്ങളോട് വലിയ നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ പ്രവൃത്തിയിൽ അത് കാണില്ല. അപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നു. അപ്പൊ കപട ഭക്തി നല്ലതല്ല.